ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു വരി ഏറ്റവും അവസാനമാണ്. അതില് നമ്മൾ സാധാരണ രീതിയിൽ തന്തയില്ലായ്മ പ്രയോഗമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതില് തള്ളയില്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് എനിക്ക് ഒരുപക്ഷെ ആദ്യമായിട്ട് എടുത്തൊരു പ്രയോഗം കാണുന്നത്. കുറച്ചും കൂടി വളരെ തന്തയില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അത് എന്ന് മാത്രമല്ല അതൊരു തരം ഒരു ആണിന് ഭയങ്കര തന്ത ഉണ്ടായിരിക്കണം. ഞാൻ വിചാരിക്കണം പലപ്പോഴും തന്തയല്ല തള്ള വേണം. തള്ളയെ കുറിച്ചൊരു കരുതൽ വേണം. എനിക്കൊന്ന് ഒരു പക്ഷെ ആ പ്രയോഗം വരുന്നത് ശരിക്കും അങ്ങനെയല്ലല്ലോ. കാരണം ഒരു പക്ഷെ മക്കളെ അമ്മയാണെന്നുള്ളത് ആരാന്നുള്ള അറിയാൻ, പക്ഷെ ഒരു പക്ഷെ മുൻപ് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഈ സിനിമകളിലൂടെ ഒക്കെ വന്നുള്ള കാര്യം എന്റെ തന്ത ആരാന്ന് എനിക്ക് അറിയോടാ എന്നുള്ള പ്രയോഗത്തിൽ നിന്നാണ് പക്ഷെ ഇത് വരുന്നത് തോന്നുന്നു. അല്ലാതെ ഒരു സ്ത്രീ പുരുഷ ഇത് പക്ഷെ അതൊരു പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ആ വാക്ക് തന്തയില്ലായ്മ എന്ന് പറയുന്നത്. പക്ഷെ തള്ളയില്ലാത്ത പണിയല്ലേ കാണിച്ചതെന്ന് പറഞ്ഞാൽ തള്ള വേണം പറഞ്ഞു കൊടുക്കാൻ അമ്മക്കൊക്കെ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ ഒരു പയ്യനെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ പയ്യനോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ അമ്മയാണ് ഈ ഇന്റർവ്യൂ നടത്തണമെങ്കിൽ നീ ഇങ്ങനെ ഷെയർ ചെയ്യോ? ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ നീ നിന്റെ അമ്മയുടെ ഇന്റർവ്യൂ ഷെയർ ചെയ്യോ? അതെന്നെ വെറുതെ അമ്മയെ വിളിക്കുവാണ് നിങ്ങൾ ചെയ്യണം? അല്ലല്ലല്ല, അമ്മയെ വിളിക്കണല്ല. നീ നിന്റെ അമ്മയെ ആ പൊസിഷനിൽ നിർത്തി ആലോചിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓ ഞാനത് ചെയ്യോ